ഓം സദ്ഗുരുഭ്യോ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. ആദരണീയനായ പരമാദരണീയനായ ഉദ്ഘാടകൻ ശ്രീ സംപൂജ്യ മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജൻ്റെ പാദങ്ങളിൽ ഞാൻ ദണ്ഡനമസ്കാരം ചെയ്യുന്നു. ആദരണീയനായ അനുഗ്രഹ പ്രഭാഷകൻ സംപൂജ്യ ശ്രീമദ് പ്രജ്ഞാനാനന്ദ തീർത്ഥപാദ സ്വാമികളുടെ പാദങ്ങളിൽ ഞാൻ ദണ്ഡനമസ്കാരം ചെയ്യുന്നു. ആദരണീയനായ അധ്യക്ഷൻ ശ്രീ PS നായർ അവർകളെ, വേദിയിലും സദസ്സിലുമിരിക്കുന്ന ആദരണീയരായിട്ടുള്ള ഗുരുജനങ്ങളെ, അമ്മമാരെ, സഹോദരിമാരെ, സഹോദരന്മാരെ, വളരെ സന്തോഷകരമായ മുഹൂർത്തമാണിത്. ഇന്ന് മഹാശിവരാത്രി. പ്രപഞ്ചത്തിന് മുഴുവൻ മംഗളം വിതയ്ക്കുവാനുള്ള ഭാരതീയ സങ്കല്പം അതിൻ്റെ പൂർണ്ണതയിൽ ജനഹൃദയങ്ങളിൽ എന്ന് മാത്രമല്ല ഈ പ്രപഞ്ചത്തിലുള്ള സമസ്ത അണുക്കളുടെയും സമസ്ത പദാർത്ഥങ്ങളുടെയും ജീവനില്ലാത്ത വസ്തുക്കളുടെയും ജീവനുള്ള വസ്തുക്കളുടെയും ഉള്ളിൽ ഉണർത്തുന്ന മഹനീയമായ പവിത്രമായിരിക്കുന്ന പൂജാദിനം ഇന്ന്. ഈ അവസരത്തിൽ ഇവിടെ വിദ്യാധിരാജ ചട്ടമ്പിസ്വാമി തൃപ്പാദങ്ങളും അദ്ദേഹത്തോടൊപ്പം അനേകം ഋഷീശ്വരന്മാരും പമ്പാസരസ്തടം ലോകമനോഹരം സംപ്രാപ്യ വിസ്മയം പൂണ്ടിരുന്നിടിനാർ എന്ന എഴുത്തച്ഛൻ നമ്മെ പാടിക്കേൾപ്പിച്ച ഈ പവിത്രമായിരിക്കുന്ന സരസിൻ്റെ തീരത്ത് 114 വർഷങ്ങൾ മുമ്പ് തുടങ്ങിയ ഈ പവിത്രമായിരിക്കുന്ന സംഗമം ഉദ്ഘാടനം ചെയ്യപ്പെട്ടു ഈ അവസരത്തിൽ, ഈ സുദിനത്തിൽ. എന്ന് മാത്രമല്ല, ഈ സദസ്സിൻ്റെ ഈ സമ്മേളനത്തിൻ്റെ പരമമായിരിക്കുന്ന ലക്ഷ്യം ജാതിഭേദങ്ങളോ ഉച്ചനീചത്വങ്ങളോ സാമ്പത്തിക വ്യത്യാസങ്ങളോ അധികാരമുണ്ട് അധികാരമില്ല എന്നുള്ള ഭേദങ്ങളോ യാതൊന്നും കൂടാതെ, ഭാഷയുടെയോ വർഗത്തിൻ്റെയോ വർണ്ണത്തിൻ്റെയോ യാതൊരു വ്യത്യസ്തതകളും കൂടാതെ സമസ്ത മനുഷ്യരും ഒന്നായി ജീവിക്കുന്ന, ഒരൊറ്റ കുടുംബമായി ജീവിക്കുന്ന, സമസ്ത ജീവരാശിയും ഒരു കുടുംബമായി ജീവിക്കുന്ന, സമസ്ത ജീവനില്ലാത്ത പദാർത്ഥങ്ങളും ജീവനില്ലെന്നുള്ളത് നമ്മുടെ മാത്രം പരിമിതമായ കാഴ്ചപ്പാടാണ്. അതിനുള്ളിൽ നമ്മുടെ ഉള്ളിലിരിക്കുന്ന അതേ പരമാത്മാവ് അനന്തകോടി സൂര്യൻ്റെ പ്രഭയോടുകൂടി നിറഞ്ഞു നിൽക്കുന്നു. അങ്ങനെ സമസ്ത ജീവനില്ലാത്ത പദാർത്ഥങ്ങൾ ഒന്നായി നിലനിൽക്കുന്ന, ഒരൊറ്റ കുടുംബമായി നിലനിൽക്കുന്ന ഒരു പവിത്രമായ സന്ദേശം അനുഭവ മണ്ഡലത്തിലൂടെ ലോകത്തിന് ഋഷീശ്വരന്മാർ ഋഗ്വേദ കാലം തൊട്ട് നൽകിക്കൊണ്ടിരുന്നത് വീണ്ടും ഈ യുഗത്തിലും നൽകാൻ അതിനു വേണ്ടിയിട്ട് രൂപപ്പെടുത്തപ്പെട്ടതാണ് ഈ മഹത്തായിരിക്കുന്ന സമാഗമം, ഈ മഹത്തായിരിക്കുന്നതായ സമ്മേളനം. അതിനു വേണ്ടിയിട്ടാണ് ഋഷീശ്വരന്മാർ ഹിന്ദു മത മഹാമണ്ഡലം രൂപീകരിച്ചതും. ഉദ്ഘാടകനായ ബഹുമാന്യനായ ആദരണീയനായ മഹാമണ്ഡലേശ്വർ തൃപ്പാദങ്ങൾ നമ്മളോട് പറഞ്ഞു. അങ്ങനെ ഇതിൻ്റെ പരമലക്ഷ്യം ലോകം ഒരു കുടുംബമെന്ന് വീണ്ടും അനുഭവപ്പെടുത്തുക. ഇന്ന്
പരസ്പരം കലഹിച്ചുകൊണ്ട് അതിനുവേണ്ടി ആയുധങ്ങൾ ഉരുക്കൂട്ടിക്കൊണ്ട് പരസ്പരം കൊല്ലാൻ തയ്യാറെടുത്ത് പലയിടങ്ങളിലും കൊന്നുമറിച്ചുകൊണ്ട് നിലനിൽക്കുന്ന ജീവരാശിയുടെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്ന ഈ ഭീകരമായ യുഗത്തിന് ശാന്തിയെ നൽകാൻ വലുതായൊരു കർത്തവ്യം ഈ സമ്മേളനത്തിനുണ്ട്. പമ്പാസരസിൻ്റെ തീരത്തുള്ളതായ ഈ സമ്മേളനത്തിനുണ്ട്. ആഞ്ജനേയ മഹാപ്രഭു ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിനെയും ലക്ഷ്മണകുമാരനെയും നേരിട്ട് കണ്ട് സമാശ്രയിച്ചത് ഈ പമ്പാസരസിൻ്റെ തീരത്താണ് എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. അങ്ങനെ ഈ മഹാസന്ദേശം എല്ലായിടവും എത്തിക്കാൻ വേണ്ടിയിട്ട് രൂപപ്പെട്ടതായ ഈ സമ്മേളനം അതിൻ്റെ പൂർണ്ണതയിൽ എത്തണമെന്നുണ്ടെങ്കിൽ മുമ്പ് ഇത് തുടങ്ങിയ കാലത്ത് നടന്നിരുന്ന പ്രകാരത്തിലുള്ള ക്ലാസ്സുകൾ അത് വീണ്ടും പുനഃസംഘടിപ്പിക്കണം. മഹാഗ്രന്ഥങ്ങൾ ഇവിടെ പണ്ട് ചർച്ച ചെയ്യപ്പെട്ടിരുന്നു, പഠിപ്പിക്കപ്പെട്ടിരുന്നു. അത് വീണ്ടും നടപ്പിലാക്കണം എന്ന് പ്രജ്ഞാനാനന്ദ തീർത്ഥപാദസ്വാമികൾ നമ്മളോട് നമുക്കെല്ലാവർക്കും അനുഗ്രഹം തന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. ഇത് രണ്ടും നമ്മൾ ഏറ്റെടുക്കേണ്ട, മുന്നോട്ട് നയിക്കേണ്ടതായ, മുന്നോട്ട് കൊണ്ടെത്തിക്കേണ്ടതായ മഹാസന്ദേശങ്ങളാണ്. അതാണ് ഈ ഉദ്ഘാടന വേളയിൽ നമുക്ക് നൽകപ്പെട്ടത്. ലോകം ഒരു കുടുംബമാണെന്നുള്ള മഹാസന്ദേശം ഋഷിമാര് ആയിരത്താണ്ടുകൾക്ക് മുമ്പേ നൽകിയത്, ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ നൽകിയത്. എത്ര വിശ്വം ഭവത്യേക നീടം, യാതൊരു സത്യസങ്കല്പത്തിലാണോ ഈ പ്രപഞ്ചം മുഴുവൻ ഒരൊറ്റ കുടുംബമായി, ഒരൊറ്റ കിളിക്കൂടായി നിലനിൽക്കുന്നത്, ആ മഹാസങ്കല്പം, അതാണ് ഉപനിഷത്തുകളുടെ സങ്കല്പം. ഉപനിഷത്തിന്റെ വാക്യമാണ് ഈ കേട്ടത്. അത് നടപ്പിലാക്കാൻ വേണ്ടി ഇതേപോലെ കലുഷിതമായ ഒരു അന്തരീക്ഷത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് വിദ്യാധിരാജ ചട്ടമ്പിസ്വാമികൾ നമുക്ക് അനേകം ഗ്രന്ഥങ്ങൾ നൽകി. ആ ഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിൽ വളരെയേറെ ശ്രദ്ധിക്കപ്പെടേണ്ടതും വളരെയേറെ പഠിക്കപ്പെടേണ്ടതും എന്നാൽ നാളിതുവരെ പഠിപ്പിക്കപ്പെടുകയും ചെയ്യാതിരിക്കുന്നതുമായ പുസ്തകമുണ്ട്, ആദിഭാഷ. അതിനെക്കുറിച്ച് ഏതാനും കാര്യങ്ങൾ ഇവിടെ ചിന്തിക്കാം എന്ന് കരുതുന്നു. വളരെ വിപുലമാണ് വിഷയം. വളരെ ചുരുങ്ങിയ നിമിഷങ്ങൾ കൊണ്ട് അത് ഹ്രസ്വമായിട്ട് ഒന്ന് കേൾപ്പിക്കാം. വിസ്തൃതമായിട്ട് പഠിക്കണം, പഠിപ്പിക്കണം, പ്രചരിപ്പിക്കണം എന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. കേരളക്കരയിൽ നിന്ന് അല്ലെങ്കിൽ ഭാരതത്തിൽ നിന്ന് ഒരു മഹാസന്ദേശം അനേക നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഋഗ്വേദ മന്ത്രങ്ങളെ പിന്തുടർന്ന് പുറപ്പെട്ടു. അത് ലോകം മുഴുവനെത്തി, ലോകത്തിന്റെ ചിന്താമണ്ഡലത്തെ മുഴുവൻ ജയിച്ചു. അത് അദ്വൈതമാണ്. കാലടിയിൽ ജനിച്ച ശ്രീശങ്കര ഭഗവത്പാദർ അദ്ദേഹം അതിനെ പുനഃപ്രതിഷ്ഠിച്ചു. അദ്വൈതം വേദമന്ത്രങ്ങളിലാണ്, അതിൽ നിന്ന് വരുന്നതാണ്. അതിനെ അദ്ദേഹം തർക്കയുക്തികളിലൂടെ, അന്ന് അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിലെ തർക്കയുക്തികൾക്ക് അത്രയേറെ സ്വീകാര്യതയും പ്രാധാന്യവും ഉണ്ടായിരുന്നത് കൊണ്ട് ആ മണ്ഡലത്തിൽ കൂടി അദ്ദേഹം ലോകമെമ്പാടും എത്തിച്ചു. ഇന്നും ശാസ്ത്രത്തിന്റെ മുന്നിൽ മഹാത്ഭുതമാണ് അദ്വൈതം എന്നുള്ളതായ സിദ്ധാന്തം. രണ്ടില്ല, ഒന്നേ ഉള്ളൂ, ഏകമേവ അദ്വിതീയം എന്ന ഉപനിഷത്ത് മന്ത്രത്തെ അദ്ദേഹം നമുക്ക് യുക്തിയുടെ ഭാഷയിൽ കാണിച്ചു തന്നു. രണ്ടാമതൊരു സിദ്ധാന്തം അതേപോലെ ഈ കേരളത്തിന്റെ മണ്ണിൽ നിന്ന് ഉണ്ടായി പുറപ്പെട്ടു. അതിനെ എല്ലായിടവും എത്തിക്കാൻ ഉള്ള ചുമതല നാം ഏറ്റെടുക്കണം. ആ സിദ്ധാന്തത്തിന്റെ പ്രയോക്താവ്, അതിൻ്റെ ആവിഷ്കർത്താവ് ആധുനിക ഭൗതിക ശാസ്ത്രത്തിന്റെ ഗവേഷണത്തിന്റെ പദ്ധതിയിലൂടെ പ്രപഞ്ചരഹസ്യം നമുക്ക് കാണിച്ചു തന്ന വിദ്യാധിരാജ ചട്ടമ്പിസ്വാമികളാണ്. അദ്ദേഹം ഏറ്റവും വലിയ ഗവേഷകനാണ്. ഇന്ന് ഗവേഷണത്തിനും ഭൗതിക ശാസ്ത്രത്തിന്റെ മണ്ഡലത്തിലൂടിയിട്ട് പ്രപഞ്ച രഹസ്യങ്ങൾ കണ്ടെത്തുന്നതിനും വളരെയേറെ അംഗീകാരവും പ്രാധാന്യവും പ്രചാരവും ഒക്കെയുള്ളതായ യുഗമാണ്. ആ യുഗത്തിൽ അദ്ദേഹം ആ മണ്ഡലത്തിൽ കൂടി എത്ര വിശ്വം ഭവത്യേക നീടം എന്നുള്ള സന്ദേശത്തെ, ഏകം സത് എന്നുള്ളതായ മഹത്തായ സന്ദേശത്തെ അദ്ദേഹം തന്നു. അദ്ദേഹത്തിന്റെ എല്ലാ ഗ്രന്ഥങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ഇതാണ്. അത് അദ്ദേഹം വളരെ ശക്തമായിട്ട് നമുക്ക് ഭാഷാശാസ്ത്രത്തിന്റെ മണ്ഡലത്തിലൂടെ തന്നു. ആദിഭാഷ ഈ ലോകത്തെ കീഴ്പ്പെടുത്തിയ പാശ്ചാത്യ സൈനിക ശക്തികൾ, പാശ്ചാത്യ ആയുധ ശക്തികൾ അവരെന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം.
അവര് ഈ ലോകത്തെ എന്നും സ്വന്തം ചവിട്ടടിയിൽ നിർത്താൻ വേണ്ടിയിട്ട് ബൗദ്ധികമായിട്ടുള്ള മണ്ഡലത്തേക്ക് കടന്നു കയറിയിട്ട് അവർക്ക് സൗകര്യപ്പെടുന്ന സിദ്ധാന്തങ്ങൾ ആവിഷ്കരിച്ചു. അതിന് യുക്തിയില്ല, അതിന് തെളിവില്ല. അവരെ സംബന്ധിച്ചിടത്തോളം, സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം യുക്തിയും വേണ്ട, തെളിവും വേണ്ട, പറയുന്നത് തന്നെ ഏറ്റവും വലിയ സിദ്ധാന്തം ഇതായിരുന്നു. അവരത് അടിച്ചേൽപ്പിച്ചു. അതിന് അനേക മണ്ഡലങ്ങൾ നോക്കി. മാക്സ് മുള്ളറുടെ നേതൃത്വത്തിൽ ആദ്യം നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചത് ആര്യ അധിനിവേശ സിദ്ധാന്തമാണ്. വെളിയിൽ നിന്ന് ആര്യന്മാരിങ്ങോട്ട് കടന്നു വന്നു. അതിനു മുമ്പ് ദ്രാവിഡന്മാരിങ്ങോട്ട് വന്നു. ഇന്ത്യക്കാരായിട്ട് ആരുമില്ലെന്നാ പഠിപ്പിച്ചേ. ദ്രാവിഡന്മാരും മെഡിറ്ററേനിയൻ തീരത്തുണ്ടായവരാണെന്നാണ് അവരുടെ സിദ്ധാന്തം. ആദ്യം ദ്രാവിഡന്മാരിങ്ങോട്ട് വന്നു. അവരെ തുരത്തിക്കൊണ്ടുവന്നതാണ് ആര്യന്മാര്. അവരും അങ്ങ് വടക്ക് നിന്ന് ആർട്ടിക് മേഖലകളിൽ നിന്നൊക്കെ നേരെ മെഡിറ്ററേനിയൻ തീരത്ത് വന്നിട്ട് അവിടെ നിന്നിട്ട് ഇങ്ങോട്ട് വന്നു. ദ്രാവിഡന്മാരെ അടിച്ചോടിച്ചു. അവർ നിവൃത്തിയില്ലാതെ തെക്കേ സമുദ്ര കരവരെ എത്തി. ഇതൊക്കെയാണ് അവരുടെ സിദ്ധാന്തങ്ങൾ. തെളിവെന്ത് ചോദിക്കാൻ പാടില്ല. കാരണം അവരുടെ കയ്യിൽ തോക്കുണ്ട്, അവരുടെ കയ്യിൽ അധികാരമുണ്ട്. അവർ പറയുന്നത് പത്രമാധ്യമങ്ങളിൽ കൂടി, അന്നത്തെ പത്രമാധ്യമങ്ങളിൽ കൂടി വെളിയിൽ അറിയൂ. അവർ പറയുന്നതാണ് സിദ്ധാന്തം, അവർ പറയുന്നതാണ് സർവകലാശാലയിലെ വിഷയങ്ങൾ. അതുകൊണ്ട് ചോദ്യം ഉണ്ടായില്ല. ചോദ്യം ഉണ്ടായി. അനേകം ഋഷിവര്യന്മാർ ചോദിച്ചു അത്. പക്ഷെ ആ ശബ്ദം പെട്ടെന്ന് വെളിയിലങ്ങ് കേട്ടില്ല. അവരെങ്കിലും അധിനിവേശ സിദ്ധാന്തം അവതരിപ്പിച്ചു. അങ്ങനെ അവർ പറഞ്ഞത് എന്തിനു വേണ്ടിയിട്ടാണത്? നിങ്ങൾ ഞങ്ങളോട് ഇന്ത്യ വിട്ടു പോകാൻ പറയണു. പക്ഷെ ഒരു കാര്യം ഓർക്കുക, നിങ്ങളാരും ഇന്ത്യക്കാരല്ല. ആര്യന്മാര് രണ്ടാമത് വന്നു, അതിനു മുമ്പ് ദ്രാവിഡന്മാർ വന്നു, ഞങ്ങൾ മൂന്നാമത് വന്നു. ഞങ്ങൾ പോകണമെങ്കിൽ നിങ്ങളും പുറത്തു പോകണം. ഇതിനു വേണ്ടിയിട്ടായിരുന്നു മനഃശാസ്ത്രപരമായ ആക്രമണം. ആ സിദ്ധാന്തം പിന്നീട് നിലനിൽക്കുകയില്ല എന്ന് വന്നപ്പോൾ, ആര്യ അധിനിവേശ സിദ്ധാന്തം, അവര് ഭാഷാശാസ്ത്രത്തിന്റെ മറവിലൂടി ഇത് സ്ഥാപിക്കാൻ ശ്രമിച്ചു. അത് ചെയ്തതും ഇത് രണ്ടും ചെയ്തതും മുഖ്യമായിട്ടും മാക്സ് മുള്ളർ തന്നെ. അതിനെ അവര് അക്കാഡമിക് മണ്ഡലത്തിലൂടെ എല്ലായിടവും അടിച്ചേൽപ്പിച്ചു. അതായത് ലോകത്ത് 8 ഭാഷാഗോത്രങ്ങളുണ്ട് മുഖ്യമായും. അതേപോലെ തന്നെ 7-8 അമുഖ്യമായ ഭാഷാഗോത്രങ്ങളുണ്ട്. ഇൻഡോ യൂറോപ്യൻ, സെമറ്റിക്, ഹമറ്റിക്, ദ്രവീഡിയൻ, യൂറോട്രായിക്, ഇങ്ങനെ 8 മുഖ്യമായ ഭാഷാഗോത്രങ്ങൾ. അതേപോലെ 7-8 അമുഖ്യമായ ഭാഷാഗോത്രങ്ങൾ. അങ്ങനെ ലോകഭാഷകളെ മുഴുവൻ 10-16 ഗോത്രങ്ങളായി തിരിച്ചു. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ 10-16 ഗോത്രങ്ങളുണ്ടെന്നാണ്. മനുഷ്യ ഒരു കുടുംബമല്ല. ഒരു കുടുംബം എന്ന് പറയാൻ അവർക്ക് പറ്റൂല. കാരണം യൂറോപ്യൻ മേൽക്കോയ്മയാണ് അവരുടെ ആവശ്യം. അപ്പൊ എല്ലാം ഒരു കുടുംബമാണെന്ന് പറഞ്ഞാൽ യൂറോപ്യൻ മേൽക്കോയ്മ ഒപ്പവും. അതുകൊണ്ട് അവര് ഇത്രയും ഗോത്രങ്ങളുണ്ട്. ഇതിൽ ഏറ്റവും വലിയ ഗോത്രം ആര്യൻ ഗോത്രമാണ്. ഇൻഡോ യൂറോപ്യൻ ഗോത്രം എന്നാണ് അവരതിന് പേരിട്ട് വച്ചിരിക്കുന്നത്. ആ ഇൻഡോ യൂറോപ്യൻ ഗോത്രമാണ് ഏറ്റവും സമ്പന്നമായ ഗോത്രം. ആ ഇൻഡോ യൂറോപ്യൻ ഗോത്രത്തില് ആ ഇൻഡോ യൂറോപ്യൻ ഭാഷ നിലവിലില്ല. അവർ റീകൺസ്ട്രക്ട് ചെയ്തൊരു ഭാഷ ഉണ്ടാക്കി കാണിച്ചു. എന്നിട്ട് അതിന് 3 ബ്രാഞ്ചസ്. ഒന്ന് ഗ്രീക്ക്, വേറൊന്ന് ലാറ്റിൻ, വേറൊന്ന് സാൻസ്ക്രിറ്റ്. സംസ്കൃത ഭാഷയും സംസ്കൃതത്തിലുണ്ടായ എല്ലാ ഗ്രന്ഥങ്ങളും ഒറ്റയടിക്ക് അവരുടേതായിട്ട് ലേബൽ ചെയ്തു. ഇന്ത്യക്കാരൻ എന്തുണ്ട്? ഒന്നുമില്ല. എത്ര തന്ത്രപരമായി ചെയ്തു. പറഞ്ഞിരിക്കുന്നത് മുഴുവൻ ശുദ്ധ അബദ്ധം. അവരുടെ തന്നെ സിദ്ധാന്തങ്ങൾക്ക് ഘടകവിരുദ്ധം. വിശദീകരിക്കാൻ നിൽക്കുന്നില്ല, സമയമില്ല. എന്നിട്ട് അവരത് പറഞ്ഞു. ഇന്നും നമ്മുടെ അക്കാഡമിക് മേഖലകളിൽ ഇത് ചോദ്യം ചെയ്യപ്പെടുന്നില്ല. അങ്ങനെ യൂറോപ്പിലുണ്ടായ ലിംഗ്വിസ്റ്റിക്സ് എന്നുള്ള ഇത് ഈ പറഞ്ഞ സിദ്ധാന്തങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുണ്ടായ ഒരു ഭാഷാശാസ്ത്ര വിഭാഗം, ആധുനിക ഭാഷാശാസ്ത്രം, അത് പഠിച്ചവനാണ് ഞാൻ. ലിംഗ്വിസ്റ്റിക്സിന്റെ ആണ് ആദ്യത്തെ MA. അതിനകത്ത് വിരുദ്ധങ്ങളായ ഈ സിദ്ധാന്തങ്ങളൊക്കെ അവതരിപ്പിക്കുന്നുണ്ട്. ധാരാളം ലിംഗ്വിസ്റ്റീഷ്യൻസ് ഇന്ത്യ ഒട്ടുക്കുണ്ട്. അവരാരും ചോദ്യം ചെയ്യുന്നില്ല. ഈ വിരോധാഭാസങ്ങളെ ചോദ്യം ചെയ്യുന്നില്ല. എല്ലാവരും ആ പടിഞ്ഞാറന്റെ സിദ്ധാന്തങ്ങളെ ഇന്നും അനുസരിച്ചു കൊണ്ടിരിക്കുന്നു. 1900-നും 1915-നും ഇടയ്ക്കെങ്ങാണ്ടാണ് സ്വാമി തൃപാദങ്ങൾ ഇതിനെ മുഴുവൻ തകർത്തെറിഞ്ഞുകൊണ്ട് ആദിഭാഷ എന്നുള്ള സിദ്ധാന്തം ഉണ്ടാക്കിയത്. മനുഷ്യൻ പല ഗോത്രങ്ങളല്ല, മനുഷ്യൻ ഒരൊറ്റ ഗോത്രമാണ്. അതിന് അവർ പറഞ്ഞ മറുപടി, നമ്മൾ ഇപ്പോഴും നിലവിലുള്ള ഭാഷയെ അപഗ്രഥിച്ചല്ലേ പുറകോട്ട്
ഈ ഭാഷ എങ്ങനെ ഉണ്ടായി വന്നു എന്ന് പറയാൻ പറ്റൂ. അങ്ങനെ അപഗ്രഥിച്ചു പോകുമ്പോൾ നമ്മൾ പരമാവധി എത്തിച്ചേരുന്നത് ഈ 8 മുഖ്യഗോത്രങ്ങളിലും പിന്നെ ഒരു 6, 7, 8 അമുഖ്യ ഗോത്രങ്ങളിലും പിന്നെ ഇതിലൊന്നിലും പെടാത്ത കുറേ ഭാഷകളുണ്ട്. അതൊക്കെ ഇങ്ങനെ കുറേ ഭാഷകൾ, അത് വെറുതെ വേറെ. ഇതുവരെ ചെല്ലാൻ പറ്റൂ, ഇതിനപ്പുറം നമുക്ക് പോകാൻ പറ്റൂല. ഇതായിരുന്നു അവരെടുത്ത സ്റ്റാൻഡ്. ചട്ടമ്പി സ്വാമികൾ പറഞ്ഞു പോകാൻ പറ്റും. നമ്മളുടെ അന്വേഷണത്തെ അത്ര കണ്ട് നിഷ്പക്ഷവും അത്ര കണ്ട് സൂക്ഷ്മവും അത്ര കണ്ട് സുതാര്യവും അത്ര കണ്ട് യുക്തിസഹവും അത്ര കണ്ട് തെളിവുകളുടെ പിൻബലത്തോടു കൂടിയതുമാക്കി തീർക്കണം. അദ്ദേഹം എഴുതിയ ആ പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞു കൊടുത്ത് എഴുതിച്ചതാണ്. അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നു, എഴുതിയെടുക്കുന്നു. ആ പുസ്തകത്തിൽ ആദിഭാഷ എന്നുള്ള പുസ്തകത്തിൽ അതിന് തമിഴിൽ വിവർത്തനം വന്നിട്ടുണ്ട്, ആദിമൊഴി. ആ ആദിഭാഷ എന്നുള്ള പുസ്തകത്തിനകത്ത് അദ്ദേഹം തുടക്കത്തിലെ ഇത് പറയും, മനുഷ്യനുണ്ടായത് ഒരിടത്താണ്. എവിടെയാണോ ജീവന്റെ ആദിസ്ഫുരണം ഉണ്ടായത് അവിടെയാണ് മനുഷ്യനുണ്ടായത്. അദ്ദേഹം പറയും, മനുഷ്യൻ പലയിടത്ത് ജനിച്ചു എന്ന് പറയുന്നതിന് ശാസ്ത്രത്തിൽ അനുവാദമില്ല, ചരിത്രത്തിൽ അനുവാദമില്ല. ഇന്നും നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടല്ലോ തെളിവുകൾ. നേരത്തെ ഏതാനും വർഷങ്ങൾ മുമ്പ് നമ്മൾ അറിഞ്ഞിട്ടില്ലാത്ത ഒരു ലോകം മുഴുവൻ പടർന്നു പിടിച്ചു, കോവിഡ്. അതിന് മരുന്നുണ്ടാക്കി, ഇന്ത്യക്കാരൻ മരുന്നുണ്ടാക്കി, ഭാരതീയൻ മരുന്നുണ്ടാക്കി. ആ മരുന്ന് ലോകമെമ്പാടും എത്തിച്ചു. സമ്പന്നമായ രാജ്യങ്ങൾക്ക് അതിന് ലളിതമായ വില വാങ്ങിക്കൊണ്ട് എത്തിച്ചു. യാതൊരു സമ്പത്തുമില്ലാത്ത പാവപ്പെട്ട രാജ്യങ്ങൾ ഏറെയുണ്ട്, അവിടെയെല്ലാം ഫ്രീ ആയിട്ട് എത്തിച്ചു. ആ മരുന്ന് കൊണ്ട് ലോകത്തെ മുഴുവൻ ചികിത്സിച്ചു. ആ ഒരു മരുന്ന് ഇന്ത്യക്കാരൻ്റെ സിരകളിൽ കൂടി പ്രവഹിച്ച് രോഗത്തെ നിർമ്മാർജ്ജനം ചെയ്യുന്ന മരുന്ന് ലോകത്തിൽ എല്ലാ ആളുകളുടെയും, വെള്ളക്കാരനെന്നോ നീഗ്രോയെന്നോ കാപ്പിരിയെന്നോ അറേബ്യനെന്നോ അല്ലെങ്കിൽ ആസ്ട്രേലിയനെന്നോ ഉള്ള വ്യത്യാസമില്ലാതെ എല്ലാ മനുഷ്യനും ഒരുപോലെ അനുഗ്രഹദായകമായ രോഗനിവാരകമായ മരുന്നായിരിക്കുന്നു. എന്തുകൊണ്ട്? നമ്മുടെ എല്ലാം ശരീരത്തിലെ ഓരോ സെല്ലിലും നടക്കുന്ന പ്രവർത്തനം ഒരേ പ്രകാരത്തിലാണ്. തൊലിയുടെ നിറത്തിന് വ്യത്യസ്തതകൾ കാണും. പിന്നെ ചില ആളുകൾക്ക്, ചില വർഗങ്ങൾക്ക് പൊക്ക കൂടുതൽ കാണും, ചില വർഗങ്ങൾക്ക് പൊക്ക കുറവ് കാണും. ഇത്രയേ ഉള്ളൂ. അത് പല ഭൗതിക കാരണങ്ങളാൽ നമ്മുടെ ഓരോ കോശത്തിനകത്തും നടക്കുന്ന പ്രവർത്തനം ഒന്ന് തന്നെയാണ്. നമ്മുടെ എല്ലാം ജനറ്റിക് സ്ട്രക്ചർ ഒന്ന് തന്നെയാണ്. നമ്മൾ ഒരു കുടുംബമാണ്. കോവിഡ് മരുന്നിന്റെ കാര്യം ചട്ടമ്പിസ്വാമികൾ പറഞ്ഞില്ല, പക്ഷേ ആ ശാസ്ത്രത്തിന്റെ, വൈദ്യശാസ്ത്രത്തിന്റെ കാര്യം അദ്ദേഹം അതിനകത്ത് പറയുന്നുണ്ട്. മരുന്ന് എല്ലാവർക്കും ഏൽക്കും, നമ്മൾ ഒരു കുടുംബമാണ്. അദ്ദേഹം പറഞ്ഞു നമുക്ക് എത്താൻ പറ്റും. ജീവരാശിയുടെ ആദിസ്പന്ദനം എവിടെ ഉണ്ടായോ അവിടെയാണ് മനുഷ്യനുണ്ടായത്. ജീവരാശിയുടെ ആദിസ്പന്ദനം എവിടെ ഉണ്ടാകാം? അനുകൂലമായ സാഹചര്യം എവിടെയാണോ ഉള്ളത് അവിടെയാണ് ഉണ്ടാകുന്നത്. എന്നിട്ട് അദ്ദേഹം പറയും, മനുഷ്യനുണ്ടായത് അങ്ങ് ആർട്ടിക്കിലാണെന്ന് പറഞ്ഞവരെയൊക്കെ തകർത്തെറിഞ്ഞുകൊണ്ട് അദ്ദേഹം പറയും, ജീവന്റെ ആദിസ്ഫുരണം ഉണ്ടായത് ആർട്ടിക്കിലല്ല, ജീവന്റെ ആദിസ്ഫുരണം ഉണ്ടായത് മെഡിറ്ററേനിയൻ തീരത്തല്ല, ജീവന്റെ ആദിസ്ഫുരണം ഉണ്ടായത് ആര്യാവർത്തത്തിലുമല്ല. കാരണം എന്തെന്നറിയോ? ജീവന്റെ ആദിസ്ഫുരണം ഉണ്ടാകുന്നത് അനുകൂല സാഹചര്യം, മണ്ണിന്റെയും അന്തരീക്ഷത്തിന്റെയും ജലത്തിന്റെ സാന്നിധ്യത്തിന്റെയും അനുകൂല സാഹചര്യം ഉള്ളിടത്ത് മാത്രം. അങ്ങ് ആർട്ടിക്കില് എന്നും മഞ്ഞുമൂടി കിടക്കുന്ന സ്ഥലം, അവിടെ ജീവന്റെ ആദിസ്ഫുരണം ഉണ്ടാവില്ല. അതിനെ സംരക്ഷിക്കാൻ, വളർത്താൻ ഇൻക്യുബേറ്റർ ഒന്നുമില്ല. അതേപോലെ തന്നെ മെഡിറ്ററേനിയൻ തീരത്തോ സാധ്യമല്ല. ഏറിയ പങ്കും കടുത്ത 0 താഴെ പോകുന്ന അന്തരീക്ഷം, ഊഷ്മാവാണ് അവിടെ. ആര്യാവർത്തത്തിൽ സാധ്യമല്ല. നമ്മുടെ വടക്ക് പടിഞ്ഞാറൻ ഭാരതം അവിടെ സാധ്യമല്ല. 0 താഴെ പോവും, അങ്ങ് 50 മുകളിലും പോവും. ഈ പ്രത്യേകത അവിടെ ഉണ്ട്. അവിടെ സാധ്യമല്ല. ജീവന്റെ ആദിസ്ഫുരണം ഉണ്ടായത് ദക്ഷിണ ഭാരതത്തിലാണ്. അതിനുള്ളതായ അന്തരീക്ഷം ഇവിടെയുള്ളൂ. അതെവിടെ? അദ്ദേഹം പറയും, ഇന്നത്തെ ശ്രീലങ്കയ്ക്ക് പടിഞ്ഞാറായിട്ട് പണ്ട് ഒരു വലിയ ഭൂഖണ്ഡം ഉണ്ടായിരുന്നു. ആ ഭൂഖണ്ഡത്തിൽ അവിടെയാണ് ഇതിന് പറ്റിയതായ കാലാവസ്ഥ, മണ്ണിന്റെ അവസ്ഥ, ജലത്തിന്റെ അവസ്ഥ, ഊഷ്മാവ് ഒക്കെയുള്ളത്. അവിടെയാണ് ജീവന്റെ ആദിസ്ഫുരണം ഉണ്ടായത്. അങ്ങനെ ഒരു ഭൂഖണ്ഡം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ആളുകൾ അന്തം വിടും. പക്ഷെ സ്വാമി എഴുതി വെച്ചു. സ്വാമി അതിന് അഗസ്ത്യരുടെ ഞാലനൂല് കോട്ട് ചെയ്തു.
അകത്തി ഞാലനൂൽ ഇപ്പോൾ എങ്ങെങ്കിലും ലഭിക്കുന്നില്ല എന്നാണ് അറിവ്. ഞാൻ അനേക തമിഴ് പണ്ഡിതന്മാരോട് അന്വേഷിച്ചു. 12 വരികൾ ചട്ടമ്പിസ്വാമികൾ അതിനകത്ത് കോട്ട് ചെയ്യുന്നുണ്ട്. അഗത്യ ഞാലനൂൽ, അഗസ്ത്യ മഹർഷിയുടെ ഭൂമിശാസ്ത്രം. അതിൽ അദ്ദേഹം ഈ ഭൂഖണ്ഡത്തെക്കുറിച്ച് പറയും. അതിൽ അദ്ദേഹം പറയും, കിട്ടമുറ്റ ഒൻരാക കിടந்த ഞാലം പട്ട വലൈകടലാലെ പലതാപ്പോച്ച്. അഗസ്ത്യർ എഴുതി വച്ചിരിക്കുകയാണ്, ഒന്നായി കിടന്ന ആ ഭൂവിഭാഗം അത് പലതായി തിരിഞ്ഞുപോയി. ചട്ടമ്പിസ്വാമികളുടെ സമാധി കഴിഞ്ഞതിന് ശേഷം ഒരു യൂറോപ്യൻ ശാസ്ത്രജ്ഞൻ ഒരു സിദ്ധാന്തം കൊണ്ടുവന്നു, കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ്. അതായത് സ്വാമികൾ പറഞ്ഞ ആ സ്ഥലത്ത്, അഗസ്ത്യർ പറഞ്ഞ ആ സ്ഥലത്ത് ആസ്ട്രേലിയയും അന്റാർട്ടിക്കയും ആഫ്രിക്കയും സൗത്ത് അമേരിക്കയും അതേപോലെ ഇന്ത്യയും അവിടെ ഒരുമിച്ച് കിടന്നു. പൊട്ടിപ്പിരിഞ്ഞ് ഇന്ന് കാണുന്ന ദിശകളിലേക്ക് മാറി. ഇന്ത്യക്ക് വൻകര വന്നിട്ട് ഏഷ്യൻ പ്ലേറ്റിൽ ഇടിച്ചപ്പോഴേക്കും അത് ശക്തമായൊരു ഇടിയായിരുന്നു. ഹിമാലയം ഉണ്ടായി. ഇന്നത്തെ കണ്ടത്തിലാണ്. അത് ജിയോഗ്രഫിസ്റ്റുകൾ അതിനെ കുറെ കൂടി ഡെവലപ്പ് ചെയ്ത പ്ലേറ്റ് ടെക്ടോണിക്സ് എന്ന സിദ്ധാന്തത്തിൽ കൂടി അതിനെ സ്ഥിരീകരിച്ചു. എന്ന് മാത്രമല്ല, ഏഷ്യയും അതേപോലെ ആർട്ടിക് മേഖലകളും കൂടി ഇതിൻ്റെ കൂടെ വളരെ 1000 ആണ്ടുകൾക്ക് മുമ്പ് ഒരുമിച്ച് കിടന്നിരുന്നു എന്നാണ് ജിയോളജിസ്റ്റുകൾ ഇന്നത്തെ കണ്ടെത്തല്. ഈ കണ്ടെത്തലുകൾ വരുന്നതിന്, അതിനെക്കുറിച്ചൊരു ചിന്ത ശാസ്ത്രത്തിന് ഉണ്ടാകുന്നതിന് മുമ്പ് ചട്ടമ്പിസ്വാമികൾ ആദ്യ ഭാഷയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അഗസ്ത്യര് പറഞ്ഞത് അതേപോലെ എഴുതി വെച്ചിട്ടുണ്ട്. അമേരിക്കയെ കുറിച്ച് പറയുന്നുണ്ട്. ഇന്ന് അമേരിക്ക എന്നൊക്കെ പറയുന്ന ആ ഭൂവിഭാഗം ഉണ്ടല്ലോ, ഇത് പണ്ടേ അഗസ്ത്യരുടെ ഞാലനൂലിലുണ്ട്. ഇവിടെ സൂര്യൻ തലയ്ക്ക് മുകളിൽ നിൽക്കുമ്പോൾ അവിടെ അർദ്ധരാത്രിയായിരിക്കും. ഭൂമി ഉരുണ്ടതാണെന്ന് ഇന്നലെ ഒരാൾ കണ്ടുപിടിച്ചെന്നാണല്ലോ നമ്മളെ ഇപ്പോഴും സ്കൂളിൽ പഠിപ്പിക്കണേ. ദൈത്യാൻ ധാരയത്തെ എന്നുള്ള ആ ശ്ലോകം, ഭൂഗോളം ഉദ്വിഭ്രതേ, ഭൂമി ഒരു ഗോളമാണെന്ന് നമ്മുടെ എല്ലാ ശാസ്ത്രഗ്രന്ഥങ്ങളും ഇതിഹാസ പുരാണങ്ങളിലും കിടക്കുന്നു. അപ്പോൾ അവിടെയാണ് ജീവന്റെ അതിസ്ഫുരണം ഉണ്ടായത്. അത് ക്രമേണ പരിണമിക്കുന്നു. മനുഷ്യൻ ആദ്യമായിട്ട് ഭൂമിയിൽ ഉണ്ടായതല്ല, സ്വാമികൾ എഴുതും. അത് ക്രമേണ പരിണമിക്കുന്നു. പരിണമിച്ചിട്ട് സസ്യവിഭാഗവും ജന്തുവിഭാഗവും പക്ഷിവിഭാഗവും ജലത്തിൽ ജീവിക്കുന്ന വിഭാഗവും ക്രമേണ മനുഷ്യനും ഉണ്ടായി. അദ്ദേഹം പറയും, വളരെ വിശദമായിട്ട് അദ്ദേഹം ഇതെല്ലാം പറയുന്നുണ്ട്. മനുഷ്യനും ഉണ്ടായി. ആ മനുഷ്യൻ നൂറ്റാണ്ടുകളിലൂടെ ക്രമേണ സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയ ആ ഭാഷയ്ക്കാണ് ചിന്തയെയും ആഗ്രഹങ്ങളെയും ഒക്കെ പ്രകടമാക്കണമല്ലോ. ചിന്ത ഉണ്ടാകണമെങ്കിലും ഭാഷ വേണം. ഭാഷയില്ലാതെ ചിന്ത ഉണ്ടാവില്ല. അതിനു വേണ്ടിയിട്ട് അവൻ ക്രമേണ ശബ്ദങ്ങൾ ഉപയോഗിച്ചു തുടങ്ങി. അങ്ങനെ ഏറ്റവും ലളിതമായ ആദിഭാഷയുണ്ടായി. അത് ഏറ്റവും ലളിതമായിരിക്കും. അദ്ദേഹം വലിയൊരു സിദ്ധാന്തം അവിടെ പ്രത്യേകിച്ച് കൊണ്ടുവരുന്നുണ്ട്. ഈ ലോകത്തിൽ എന്തും ഏറ്റവും ലളിതമായേ ആരംഭിക്കൂ. അത് ക്രമേണ അനുഭവങ്ങളിലൂടെ പരീക്ഷണങ്ങളിലൂടെ സങ്കീർണത ആർജിച്ചിട്ട് വളരെയേറെ പുരോഗമനിച്ച അവസ്ഥയിൽ എത്തിച്ചേരും. നമ്മളിപ്പോൾ അങ്ങ് സൂര്യനിലേക്ക് തന്നെ പറന്നു പോകുന്നു. അങ്ങനെ അതേപോലെ തന്നെ ചന്ദ്രനിലേക്ക് പോകുന്നു, അതേപോലെ ചൊവ്വയിലേക്ക് പോകുന്നു. അതല്ലല്ലോ ആദ്യം നമ്മൾ കണ്ടുപിടിച്ചത്. ഇതിനു വേണ്ടിയുള്ള യാനപാത്രങ്ങളല്ലല്ലോ ആദ്യം കണ്ടുപിടിച്ചത്. നമ്മളിവിടെ വട്ടുരുട്ടി കളിക്കാൻ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് കാളവണ്ടിയുടെ ചക്രം ഉണ്ടാക്കി. അങ്ങനെയാണ് ഏറ്റവും ലളിതമായിട്ട് എന്തും തുടങ്ങും. ചിന്തയായാലും ശരി, പ്രവൃത്തിയായാലും ശരി, ശാസ്ത്രമായാലും ശരി, കണ്ടെത്തലായാലും ശരി, അത് ക്രമേണ അനുഭവത്തിലൂടെ വികാസം പ്രാപിച്ച് പൂർണ്ണ സങ്കീർണതയിൽ എത്തിച്ചേരും. അദ്ദേഹം പറയും, എന്തും ലളിതമായി തുടങ്ങി ക്രമേണ സങ്കീർണതയായി ആർജിച്ച് വികസിതമായി തീരുകയേ ഉള്ളൂ. ഇക്കാര്യം മറന്നു പോകരുത് എന്നും കൂടി അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്. ഇക്കാര്യം മറന്നു പോകരുത്. ഭാഷയിൽ ലളിതമായ തുടങ്ങി. ആദ്യ ഭാഷ ലളിതമാണ്. അത് എങ്ങനെയായിരിക്കും? അതിലുണ്ട വർണ്ണങ്ങൾ, അവിടെ ശാസ്ത്രം വരുന്നു. അതിലുള്ള വർണ്ണങ്ങൾ എങ്ങനെയാണ്, അതിലെ പദങ്ങൾ എങ്ങനെയാണ്? അദ്ദേഹം പറയും, അത് നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമായ മാർഗമുണ്ട്. കൊച്ചു കുഞ്ഞുങ്ങൾ എങ്ങനെ സംസാരിക്കുന്നു നോക്കിയാൽ മതി. ചൈൽഡ് ലിംഗ്വിസ്റ്റിക്സ് ഇന്ന് ലിംഗ്വിസ്റ്റിക്സിന്റെ പുതിയൊരു ബ്രാഞ്ചായിട്ട് കൊണ്ട് നടക്കുക അല്ല. അത് പറഞ്ഞത് ചട്ടമ്പിസ്വാമികളാണ്. 1920 മുമ്പ്, 24 മഹാസമാധി. അതിന് വളരെ മുമ്പ്, ഒരുപക്ഷെ 1900-ലായിരിക്കണം ഇത് എഴുതിയത്. ഇത് പ്രസിദ്ധീകരിച്ചതെന്നറിയോ? 1998. അപ്പോഴാണ് ഇത് പ്രസിദ്ധീകരിച്ചത്. പെരുമ്പാവൂർ നാരായണപിള്ള എന്ന് പേരായിട്ട് ചട്ടമ്പിസ്വാമികളുടെ ഒരു ഭക്തൻ ഇതിന്റെ ഒരു കയ്യെഴുത്ത് പ്രതി തൻ്റെ വീട്ടില് കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിച്ചു വെച്ചിരുന്നു.
അദ്ദേഹത്തിൻ്റെ മകളും മരുമകനും കൂടി ഇതെടുത്ത് പ്രസിദ്ധീകരിക്കാൻ കൊടുത്തു, ആളിനെ വിളിച്ച് കൊടുത്തു. അങ്ങനെയാണ് പുറത്തു വരുന്നത് 1998. എന്നിട്ടും പഠനം ഉണ്ടായില്ല. ഒരു യൂണിവേഴ്സിറ്റിയുടെ വളപ്പിലും ഇതിനെ കരുതിയില്ല. ഇതിനെക്കുറിച്ച് ആദ്യമായിട്ട് പഠനം നടത്തി ഒരു ലേഖനം എഴുതി പ്രസിദ്ധീകരിക്കുന്നത് P.K. പരമേശ്വരൻ നായർ ട്രസ്റ്റിൻ്റെ സെമിനാറിൽ ഞാനാണ്. ചട്ടമ്പി സ്വാമികൾ ആദിഭാഷാ ദർശനം 2019 ഇപ്പോൾ 6 വർഷമാവണേ ഉള്ളൂ. എന്നിട്ട് പല ലേഖനങ്ങൾ പലയിടങ്ങളിൽ ഞാൻ പ്രസിദ്ധീകരിച്ചു. അതിൻ്റെ ഇംഗ്ലീഷ് വിവർത്തനം ഉണ്ടാക്കി കേന്ദ്ര മന്ത്രിസഭ വരെ എത്തിച്ചു. കോവിഡ് സമയത്ത് അതുവരെ കൊണ്ടെത്തിച്ചു, എല്ലായിടവും കൊണ്ടെത്തിച്ചിട്ടുണ്ട്. ചട്ടമ്പി സ്വാമികളുടെയും അതേപോലെ വ്യാസഭഗവാന്റെയും സിദ്ധാന്തങ്ങളെ പഠിച്ചുകൊണ്ട് വിദ്യാധിരാജനും വേദവ്യാസനും എന്ന പേരായിട്ടൊരു പുസ്തകം ചട്ടമ്പി സ്വാമികളുടെ സമാധിയുടെ 100ാം വർഷം പന്മന വെച്ച് ഞാൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അവിടുത്തെ സ്വാമി തൃപ്പാദങ്ങളാണ് പ്രസിദ്ധീകരിച്ചത്. ആ പുസ്തകത്തിലെ 2ാം അധ്യായത്തിൽ ഇത് അതേപോലെ ചേർത്തിട്ടുണ്ട്, ആദിഭാഷയെക്കുറിച്ച് ഞാൻ എഴുതിയ ലേഖനം. അങ്ങനെ ഏറ്റവും ലളിതമാണ്. അതായത് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് എന്ത് സംസാരിക്കാൻ പറ്റും, അവർക്ക് അധികരങ്ങൾ ഖ ഛ ഠ ഥ ഫ പറയാൻ പറ്റൂല. നമുക്കറിയാം കൊച്ചു കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് സംസാരിക്കുന്നത്, നമ്മളും ഒക്കെ അങ്ങനെ തന്നെയാണ്. അവർക്ക് ഘോഷങ്ങൾ പറയാൻ പറ്റില്ല. ഘ ഘ ഝ ധ ധ ഭ. മലയാളികൾ ഘോഷം പറയൂല, തമിഴര് ഘോഷം പറയൂല, തെലുങ്കര് പറയും, കന്നഡികർ പറയും, ഉത്തരേന്ത്യക്കാരെല്ലാം പറയും. ഈ ഘോഷങ്ങളൊന്നും കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പറയാൻ പറ്റൂല. അതേപോലെ തന്നെ കൂട്ടക്ഷരങ്ങൾ, വിശേഷിച്ചും വ്യത്യസ്ത വർഗങ്ങളിലുള്ള അക്ഷരങ്ങൾ ചേർന്നുള്ള കൃഷ്ണൻ എന്നുള്ള ലഷാണ എന്നുള്ള കൂട്ടക്ഷരം വ്യത്യസ്ത വർഗങ്ങളിൽപ്പെട്ടതാണ്. അത്തരം കൂട്ടക്ഷരങ്ങൾ കുഞ്ഞുങ്ങൾക്ക് പറയാൻ പറ്റൂല. അവര് കാങ്ങ ചാഞ്ഞ ടാണ താന പാമ അപ്പ അമ്മ അക്ക ച അങ്ങനെ അവർ പറയും. ക്രമേണ പഠനത്തിൽ കൂടി വർഷങ്ങൾ കൊണ്ടാണ് ഇതൊക്കെ പറഞ്ഞു വരുന്നത്. ഇന്നും മലയാളി ഘോഷം പറയൂല. മലയാളികൾ വലിയൊരു വിഭാഗം അതിഖരം പറയൂല. മുഖമൊക്കെ ആയിപ്പോ, മുഖവും ഒക്കെ ആയിപ്പോ. ശ്രദ്ധിച്ചാൽ മതി, നമ്മൾ ശ്രദ്ധിക്കാതെ കൊണ്ടാണ്. ശ്രദ്ധിച്ചാൽ മതി, നമുക്കത് മനസ്സിലാവും. അതേപോലെ തന്നെ ഗ എന്ന് പറയില്ല, ഗംഗ എന്ന് പറയില്ല, ഗംഗ എന്നേ പറയൂ. മൃദുക്കളെല്ലാം യകാരം ചേർത്തിട്ടേ പറയൂ. ഇങ്ങനെ ഒരുപാട് വ്യത്യസ്തതകൾ നമ്മുടെ മലയാളിയുടെ ഉച്ചാരണത്തിനുണ്ട്, ഓരോ ഭാഷക്കാരുടെ ഉച്ചാരണത്തിലുമുണ്ട്. സംസ്കൃതം പറയുന്നത് കേട്ടാൽ ഉടൻ മനസ്സിലാവും ഇയാൾ ഏത് മാതൃഭാഷക്കാരനാണ് എന്ന്. ഉത്തരേന്ത്യക്കാരനായാലും അവരുടെ സംസ്കൃതോച്ചാരണത്തിലും ഇതേപോലുള്ള ഒരുപാട് വ്യത്യസ്തതകളുണ്ട്. വേദം പരമ്പരാസിദ്ധമായിട്ട് പഠിച്ചവർ മാത്രമേ കൃത്യമായിട്ട് ഉച്ചരിക്കുള്ളൂ. അതിൽ മാത്രമേ നേരത്തെ ഇവിടെ കുഞ്ഞുങ്ങൾ വേദമന്ത്രങ്ങൾ ജപിച്ചു, അതിലാണ് കൃത്യമായ ഉച്ചാരണം വരുന്നത്. അതങ്ങനെ പഠിച്ചെടുക്കുന്നതാണ്. അപ്പോൾ കുഞ്ഞുങ്ങളുടെ ഭാഷ പഠിച്ചു കഴിഞ്ഞാൽ, നോക്കിക്കഴിഞ്ഞാൽ ലളിതമായ ഭാഷ, ആദ്യം ഉണ്ടായ ഭാഷയുടെ ഏകദേശ രൂപം, അതിലെ വർണ്ണവ്യവസ്ഥ, അതിലെ പ്രാതിപതികങ്ങളുടെ വ്യവസ്ഥ, അതിലെ പ്രത്യയങ്ങളുടെ വ്യവസ്ഥ, അതിലെ ഘടനാപരമായ വ്യവസ്ഥ, ഇതൊക്കെ നമുക്ക് മനസ്സിലാകും. അതൊക്കെ വളരെ വിശദമായിട്ട് അദ്ദേഹം ചർച്ച ചെയ്യും. ഇതിന് പാണിനിയുടെ അഷ്ടാധ്യായി, പതഞ്ജലിയുടെ മഹാഭാഷ്യം, അതേപോലെ തന്നെ തമിഴ് ഈ വ്യാകരണത്തിൽ നിന്നിട്ട് തൊൽക്കാപ്പിയരുടെ, അതേപോലെ ഭവനന്ദിയുടെ നന്നൂല്, ഇതല്ല, ഇത് മുഴുവൻ അദ്ദേഹത്തിന് കാണാപ്പാഠമാണ്. അദ്ദേഹം വലിയൊരു ഗ്രന്ഥശാലയാണ്, സഞ്ചരിക്കുന്ന ഒരു ഗ്രന്ഥശാല, സഞ്ചരിക്കുന്ന ഒരു കമ്പ്യൂട്ടറല്ല, കോടിക്കണക്കിന് കമ്പ്യൂട്ടർ. അതാണ് വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികൾ. അദ്ദേഹം ഇത് മുഴുവൻ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഏറ്റവും ലളിതമായ ഭാഷ, ആ ഭാഷ ഇങ്ങനെ നൂറ്റാണ്ടുകളിലൂടെ മാറി 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 വന്നു. ഒറ്റ മനുഷ്യൻ, ഒരൊറ്റ കുടുംബം, സകല ജീവരാശിയും ഒരൊറ്റ കുടുംബം. ലോകമേ തറവാട്, തനിക്ക് ചെടികളും പുലുകളും പുഴുക്കളും കൂടി തൻ കുടുംബക്കാർ. വള്ളത്തോൾ പാടി, അത് നമ്മുടെ വേദങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പാടി. അത് തന്നെ ഒരൊറ്റ കുടുംബം ജനിച്ചത് അവിടെ. അത് കഴിഞ്ഞിട്ട് മനുഷ്യന്റെ ഭാഷണം ജീവിത അനുഭവങ്ങളിലൂടെ വർദ്ധിച്ചു വന്നു. മനുഷ്യ കുടുംബങ്ങൾ വടക്കോട്ട് സഞ്ചരിച്ചു. കുടുംബങ്ങൾ കൊച്ചു കൊച്ചു സമൂഹങ്ങളായി വടക്കോട്ട് സഞ്ചരിച്ചു. അങ്ങനെ വടക്കോട്ട് സഞ്ചരിക്കുമ്പോൾ ഓരോ ഗ്രൂപ്പും അവരവരുടേതായ ഭാഷയും അവരുടേതായ അനുഭവങ്ങളും കൂടെ കൊണ്ടുപോയി. അങ്ങനെ ദ്രാവിഡി പ്രാകൃതങ്ങൾ ഉണ്ടായി. മനുഷ്യന്റെ സംഭാഷണ ഭാഷയ്ക്കാണ് പ്രാകൃത ഭാഷ എന്ന് പറയുന്നത്. ദ്രാവിഡി പ്രാകൃതം എന്നുള്ള വാക്ക് ഭരതന്റെ നാട്യശാസ്ത്രത്തിനകത്താണ് പറയണേ. വീരന്മാരായിട്ടുള്ള യോദ്ധാക്കൾ ദ്രാവിഡി പ്രാകൃതം സംസാരിക്കണം, അവർ വീരന്മാരാണ് എന്ന് ഭരതൻ കാരണവും പറയുന്നുണ്ട്. ദ്രാവിഡി പ്രാകൃതം, മഹാരാഷ്ട്രീ പ്രാകൃതം, ഗുർജരി, മാഗധി, അർദ്ധമാഗധി, പൈശാചി തുടങ്ങിയ പ്രാകൃതങ്ങളൊക്കെ ഉണ്ടായി. അതൊക്കെയാണ് ഉത്തരേന്ത്യയിൽ ഇന്ന് കാണുന്നതായ ഭാഷകളായി പിന്നെ പരിണമിച്ചു വന്നത്.
അതേപോലെ ഇന്ത്യക്ക് വെളിയിലേക്ക് അങ്ങ് വടക്കോട്ടും വടക്ക് പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും ഇവിടെ നിന്ന് ആളുകൾ പോയി. അവരവരുടെ പരിണമിച്ചു വന്ന പ്രാകൃതങ്ങളുമായി പോയി. അത് പരിണമിച്ചതാണ് ഇന്ന് പേർഷ്യയിലും അമേരിക്കയിലും അതേപോലെ യൂറോപ്പിലും അങ്ങ് ചൈനയിലും ഇങ്ങ് കിഴക്ക് ഇന്തോ ടിബറ്റൻ മേഖലകളിലും അങ്ങ് ഇന്തോനേഷ്യൻ മേഖലകളിലും ഒക്കെ കേൾക്കുന്ന ഭാഷകൾ. അവരാരും നമ്മളിൽ നിന്ന് അന്യരല്ല, അവരെല്ലാം നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവരാണ്. നമ്മുടെ അതേ രക്തമാണ് അവരിൽ ഓടുന്നത്. അതിന് ഏറ്റവും വലിയ തെളിവ് മരുന്നുകൾ തന്നെ. സകല മരുന്നുകളും, കോവിഡിന്റെ കാര്യം മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. സകല മരുന്നുകളും അമേരിക്കക്കാരന് യോജിക്കുന്ന മരുന്ന് നമുക്ക് യോജിക്കും, അത് ആഫ്രിക്കക്കാരന് യോജിക്കും. അങ്ങനെ അദ്ദേഹം ചട്ടമ്പിസ്വാമികൾ പറയും, ആരും വെളിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടില്ല. 1900 അദ്ദേഹം ഇത് പറയണേ. വെളിയിൽ നിന്ന് ആരും ഇങ്ങോട്ട് വന്നിട്ടില്ല, ഇവിടെ നിന്നാണ് മനുഷ്യരും സസ്യങ്ങളും എല്ലാ ജീവരാശിയും പറവുകളും വെളിയിലോട്ട് പോയിട്ടുള്ളത്. തൻ്റെ ഇടമായിട്ട് എഴുതി വെച്ചു അദ്ദേഹം. എന്നിട്ട് അദ്ദേഹം വീണ്ടും പറയും, ആര്യനെന്നും ദ്രാവിഡനെന്നും 2 വർഗമില്ല, ഒറ്റ വർഗമാണ്. ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും മുഴുവൻ മൃഗങ്ങളും പക്ഷികളും ഒറ്റ വർഗമാണ്. ഭാഷാശാസ്ത്രത്തിലൂടെ, ആധുനിക ഭാഷാശാസ്ത്രം എന്ന പേരിൽ ഞാൻ ആദ്യമേ പഠിച്ച 1973, 74, 75 കാലഘട്ടം. ആ ആധുനിക ഭാഷാശാസ്ത്രത്തെ മുഴുവൻ അന്ന് ബ്ലൂംഫീൽഡിൻ്റെ ഒക്കെ യുഗം വരാൻ തുടങ്ങുന്നേ ഉള്ളൂ. അതിന് തൊട്ട് മുമ്പ് മാക്സ് മുള്ളറുടെ യുഗത്തിലാണ് അത് ചട്ടമ്പിസ്വാമികൾ തട്ടിയെറിഞ്ഞു. ഈ ആധുനിക ഭാഷാശാസ്ത്രം നാം അറിയണം. ഇന്ന് ഭാരതീയനെ തെക്കനെന്നും വടക്കനെന്നും പറഞ്ഞ കട്ടിംഗ് സൗത്ത് വലിയൊരു കോലാഹലമായി ഭാരതീയന് ഓരോ ഭാഷ പറഞ്ഞ് വേർതിരിച്ചും ഓരോ ജാതി പറഞ്ഞ് വേർതിരിച്ചും ഓരോ വർഗം പറഞ്ഞ് വേർതിരിച്ചും ഇങ്ങനെ ഓരോ ആചാരം പറഞ്ഞ് വേർതിരിച്ചും പലതായി നുറുക്കാനുള്ള ശ്രമം നടക്കുമ്പോൾ ലോകം മുഴുവൻ ഒരൊറ്റ കുടുംബമാണെന്ന് ചട്ടമ്പിസ്വാമികൾ ഭാഷാശാസ്ത്രത്തിലൂടെ അദ്ദേഹത്തിൻ്റെ മഹാഗ്രന്ഥമായ ആദിഭാഷയിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നത് ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കണം. ആയുധങ്ങൾ ഈ മണ്ണിൽ വേണ്ട, ബോംബുകൾ ഈ മണ്ണിൽ വേണ്ട. ഈ മണ്ണിൽ വേണ്ടത് മനുഷ്യന് ഒരുമിച്ച് ജീവിക്കാനുള്ള സ്നേഹം മാത്രം. അതിനു വേണ്ടിയിട്ടാണ് ഈ സമ്മേളനം. ആദരണീയനായ ഉദ്ഘാടകനും ആദരണീയനായ അധ്യക്ഷനും നമുക്ക് അത് കേൾപ്പിച്ചു തന്നു. അതിനു വേണ്ടിയിട്ട് ഇത് പഠിക്കണം, ഇത് എത്തിക്കണം. ഇത് വിദ്യാധിരാജനും വേദവ്യാസനും എന്നുള്ള പുസ്തകം അത് പന്മന ലഭ്യമാണ്, അതിലുണ്ട്. അല്ലെങ്കിൽ ഇതിൻ്റെ സോഫ്റ്റ് കോപ്പി ഞാൻ ഈ പരിഷത്തിനെ ഏൽപ്പിക്കാൻ തയ്യാറാണ്. വേണമെങ്കിൽ നാളെ ഏൽപ്പിക്കും, പ്രിന്റ് ചെയ്താൽ മാത്രം മതി. ഈ ഒരൊറ്റ ലേഖനത്തിൻ്റെ, അതായത് ആദിഭാഷ വിദ്യാധിരാജന്റെ ആദിഭാഷാ ദർശനം എന്നുള്ള ലേഖനത്തിൻ്റെ സോഫ്റ്റ് കോപ്പി അതേ പ്രകാരത്തിൽ നാളെ തന്നെ ഏൽപ്പിക്കാൻ തയ്യാറാണ്. വാട്സപ്പ് ചെയ്യാൻ പറ്റും, ഏൽപ്പിക്കാൻ തയ്യാറാണ്. അത് പ്രിന്റ് ചെയ്ത് ഈ ഹിന്ദുമത പരിഷത്തിന്റെ പേരിൽ ഒരു 36 പേജുള്ള കൊച്ചു പുസ്തകമായിരിക്കും. പ്രസിദ്ധീകരിച്ചാൽ അദ്ദേഹം പ്രസിഡന്റ്, അദ്ദേഹം വളരെ സന്തോഷത്തോടുകൂടി സമ്മതിച്ചു. അത് പരിഷത്തിന്റെ പ്രസിദ്ധീകരണ വിഭാഗത്തിൽ അത് പ്രസിദ്ധീകരിച്ചാൽ, എല്ലായിടവും എത്തിച്ചാൽ, ഇതിന്റെ ഇംഗ്ലീഷ് ഞാൻ തയ്യാറാണ്, ഇംഗ്ലീഷ് വിവർത്തനവും. അത് ലോകം മുഴുവൻ എത്തിക്കാൻ പ്രയോജനപ്പെടും. ഇത് രണ്ടും എത്തിക്കാൻ തയ്യാറാണ്. അതിൻ്റെ സോഫ്റ്റ് കോപ്പി ഞാൻ തരാൻ തയ്യാറാണ്. അപ്പോൾ അത് എത്തിക്കണം, അത് പഠിക്കണം. ഇത് നമ്മുടെ വലിയ സന്ദേശമാണ്. ശങ്കരാചാര്യസ്വാമികൾ ചെയ്ത അതേ ജോലി ഇത് ആധുനികത്തിൽ ചട്ടമ്പിസ്വാമികൾ ചെയ്തിരിക്കുന്നു. ലോകത്തിന് ഇന്നത് ആവശ്യമാണ്. അതിനു വേണ്ടിയിട്ടുള്ള പ്രയത്നം ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളാകുന്ന പൂജാപുഷ്പങ്ങൾ സമയം അല്പം കടന്നു. പറയേണ്ടതൊന്നും പറഞ്ഞില്ല, എന്നാലും ഒരു ഔട്ട്ലൈൻ ഇട്ടു, അത്രയേ ഉള്ളൂ. അതത്രേ പറ്റൂ. എൻ്റെ വാക്കുകളാകുന്ന പൂജാപുഷ്പങ്ങൾ പാർവതീ പരമേശ്വരന്മാരുടെ പാദങ്ങളിൽ, ശ്രീരാമസീത ആഞ്ജനേയന്മാരുടെ പാദങ്ങളിൽ, എൻ്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങളിൽ, എൻ്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരുടെ പാദപങ്കജങ്ങളിൽ, ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിൽ, വിദ്യാധിരാജ ചട്ടമ്പിസ്വാമികളുടെ പാദങ്ങളിൽ, ശ്രീനാരായണ ഗുരുദേവന്റെ പാദങ്ങളിൽ, ആ പവിത്രമായ സങ്കല്പം കൊണ്ട് ധന്യമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിൽ പൂജാപുഷ്പങ്ങൾ എന്നോണം സമർപ്പിച്ചുകൊള്ളുന്നു. ജയ് സീതാറാം.